ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അത്രമേൽ ഹൃദയസ്പർശിയായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ അത്രയും ഹൃദയസ്പർശിയായി സ്പർശിക്കുന്ന ഒരു വിഷയം നമ്മുടെ വീടുകൾ. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ കുറച്ച് കഥകൾ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പഴയകാല വീടുകളൊക്കെ ഓല മേഞ്ഞതും ചാണകം മെഴുകിയതൊക്കെ ആയിരുന്നു. പിന്നീട് അവിടുന്ന് നമ്മുടെ വീടുകൾ വളർന്ന് കോൺക്രീറ്റും ടൈലും ഒക്കെ സാധാരണക്കാരൻ്റെ മെറ്റീരിയലൈസുമായിട്ട് മാറി. അതിനുശേഷം പുതിയ മെറ്റീരിയൽ ഇപ്പോൾ വന്നു തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വേദിയിലിരിക്കുമ്പോൾ പിന്നെയും നമ്മൾ ഒരു ഓലപ്പുരയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് പിന്നീട് നമ്മൾ പഴയ കാലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ പഴയ മെറ്റീരിയൽ പുതിയതായിട്ട് നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണെന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണെന്ന് തോന്നുന്നു. ഇപ്പം കേരളത്തിലെ ഭവനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രയാണത്തിൻ്റെ യാത്രയിലാണ് കേരളത്തിൻ്റെ വീടുകൾ. കേരളത്തിൻ്റെ വീടുകളുടെ ഈ രൂപമാറ്റം പാർപ്പിട മേഖലയിൽ അധികാരനായ സുനിൽകുമാർ സാറിനോട് തന്നെ ചോദിക്കാം. സാർ എന്ത് പറയുന്നു ആ രൂപ വ്യത്യാസത്തെ പറ്റിയിട്ട്? നമസ്കാരം. ഈ കേരളത്തിലെ ഭവന സംസ്കാരത്തെ പറ്റിയിട്ടും കേരളത്തിലെ നിർമ്മാണ രീതികൾ മാറി വന്നതിനെ പറ്റിയിട്ടും എല്ലാം ആലോചിക്കുമ്പോൾ പത്രവുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. കാരണം മനോരമ പോലത്തെ ദീർഘനാളത്തെ പാരമ്പര്യമുള്ളൊരു പത്രം ഒരുപക്ഷെ അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ചെന്ന് വീണിരുന്നത് ചാണകം മെഴുകിയ തറകളിലായിരുന്നു കാണാം. ഇന്നാണ് അത് പുതിയ മഴയൊന്നും കൊള്ളാത്ത PVC ഇൻസുലേറ്റഡ് ബോക്സിനകത്ത് രാവിലെ എത്തിച്ചിരുന്നത്. അതുതന്നെയാണ് വീടുകളുടെയും രൂപമാറ്റം. വീടുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഭവന സംസ്കാരം നോക്കുകയാണെങ്കിൽ അത് 8 കെട്ടാണെന്നോ 4 കെട്ടാണെന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ ഓലമേഞ്ഞ വീടുകൾ തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം നേടുന്ന കാലത്തായപ്പോഴാണ് ഇരിക്കാം ഒരുപക്ഷെ നമ്മൾ ഓടുകളിലേക്ക് തന്നെ എത്തിച്ചേർന്നത്. പിന്നീട് കേരളത്തിൻ്റെ ഭവന സംസ്കാരത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വലിയ മാറ്റമുണ്ടാക്കിയൊരു കാര്യമെന്ന് പറയുന്നത് 1969 ഭൂപരിഷ്കരണ നിയമമാണ്. 1970 ആരംഭിച്ച 1,00,000 വീട് കോളനികളും അന്ന്. അപ്പോൾ കേരളത്തിൽ എല്ലാം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലത്തെ 8 കെട്ടുകളും 4 കെട്ടുകളും ആണെന്ന് നമ്മൾ ധരിക്കരുത്. കാരണം അന്ന് വീടില്ലായിരുന്ന ആൾക്കാരും സ്ഥലമില്ലായിരുന്ന ആൾക്കാരും നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടം കഴി പണ്ടുണ്ടെന്നുള്ള സ്വപ്നങ്ങളെല്ലാം പാടിയിരുന്ന കാലത്തുകൂടിയാണ് നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്. എനിക്ക് തോന്നുന്നത് ഓടുകളിൽ നിന്ന് കോൺക്രീറ്റ് വീടുകളിലേക്ക് മാറുന്നത് നമ്മുടെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്കോട് കൂടിയിട്ടായിരിക്കാം സംഭവിച്ചത്. 1980 കേരളത്തെ പിടിച്ചുലച്ച ഒരു വലിയ ഭവന നിർമ്മാണ വിപ്ലവമാണ് ലാറി ബേക്കറുടെ നേതൃത്വത്തിലുണ്ടായ ലോ കോസ്റ്റ് ഹൗസിംഗ് സംസ്കാരം. അതിനെല്ലാം ശേഷം 90 കൂടിയിട്ടാണ് കമ്മ്യൂണിറ്റി ലിവിങ് കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത്. 90 കൂട്ടായിട്ട് ജീവിക്കുന്ന വീടുകൾ, അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങൾ, ഒപ്പം തന്നെ വില്ല പ്രോജക്റ്റുകളെല്ലാം കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ അത്തരം കമ്മ്യൂണിറ്റികളെ ഗ്രീൻ കമ്മ്യൂണിറ്റികളായിട്ടും ഡിജിറ്റൽ കമ്മ്യൂണിറ്റികളായിട്ടും സൈബർ സെക്യൂരിറ്റികളെല്ലാം ഉള്ള കമ്മ്യൂണിറ്റികളായിട്ടും എല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് കേരളത്തിലെ ഭവന സംസ്കൃതിയും എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് മനോരമ ഹോർത്തൂസിൻ്റെ ഈ ഓലമേഞ്ഞ പന്തലിൽ നമ്മൾ ഭവന സംസ്കാരത്തെക്കുറിച്ചിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീടുകളെ പറ്റി പറയുമ്പോൾ എല്ലാ വീടുകളും വീടുകളാണോ? എപ്പോഴാണ് ഒരു വീടായിട്ട് മാറുന്നത്? സത്യം പറഞ്ഞാൽ ഒരു കെട്ടിടത്തിൽ നമുക്കൊരു ബിലോങ്ങിങ് കൂടെ ഫീൽ ചെയ്യണം, എങ്കിലേ നമുക്കതൊരു വീടായിട്ട് മാറുകയുള്ളൂ. അത് ഓരോരുത്തർക്കും ഒരുപക്ഷെ ഓരോ രീതിയിലായിരിക്കാം ഒരു ബിലോങ്ങിങ് തോന്നുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന രീതിയിലായിരിക്കണമെന്നില്ല സാറിന് തോന്നുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ചിലപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടെന്ന് പറയുന്ന ബിലോങ്ങിങ് അവർക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമായിട്ടായിരിക്കും. പ്രായമായവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു മനുഷ്യായുസിൻ്റെ ഓർമ്മകളായിരിക്കും ഒരു ബിലോങ്ങിങ്. സ്ത്രീകളെ സംബന്ധിച്ച് തീർച്ചയായും അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഉറപ്പാണ്. പുരുഷന്മാർക്ക് ഒരുപക്ഷെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുടെ ഒരു നിറകുടമായിരിക്കും. ഇനി യൗവനക്കാരിൽ വരുവാണെങ്കിൽ അവരൊരു പക്ഷേ അവരുടെ സുരക്ഷയായിരിക്കും അവർക്ക് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് വീടെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ സാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പേഴ്സണലി ആയിട്ട് ഞാനൊരു സർവേ നടത്തി. എൻ്റെ വനിതാ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും പാസ് ചെയ്തു. ആരും അറിയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഒരു ക്വസ്റ്റ്യൻ പാസ് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീട് ഏതാണ്? അപ്പോൾ അത് നിങ്ങളുടെ പാരൻ്റൽ ഹോമാണോ, നിങ്ങൾ ജനിച്ചു വളർന്ന വീടാണോ, അതോ നിങ്ങൾ വിവാഹം കഴിച്ചെത്തിയ വീടാണോ, അതോ അതിനപ്പുറം ഒരു അണുകുടുംബമായിട്ട് താമസിക്കുന്ന വീടാണോ? അങ്ങനെ ഒരു ചോദ്യം. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ എന്നാലും ഒരു തോട്ട് പ്രോസസ്സ് അവിടെ നടന്നു.
എനിക്ക് അതിൽ കിട്ടിയ ആൻസേഴ്സ് ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് തന്നെയായിരുന്നു. അതിൽ നമുക്കൊരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റില്ല, കാരണം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരുന്നു. ഓരോരുത്തരുടെ സാഹചര്യങ്ങളും കാഴ്ചപ്പാടുകളും അനുസരിച്ചിട്ട് അവരുടെ ആൻസേഴ്സൊക്കെ വ്യത്യാസമായിരുന്നു. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, വീടെന്ന് പറയുന്നത് ഒരു കെട്ടിടം മാത്രമാണോ? എങ്ങനെയാണ് അതിലൊരു ബിലോങ്ങിങ് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് ഒരു പാർപ്പിട ഭവന മേഖലയിലെ ആളെന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നു? ഈ വീട് കുടുംബമായിട്ട് മാറുന്ന പൊളിറ്റിക്സാണ് സോന പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നത് അസറ്റ് ഹൗസ് എന്നാരും ഒരു ബിൽഡർ സ്ഥാപനത്തിന് പേരിടില്ല, അസറ്റ് ഹോംസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ പണിയുന്ന ഹൗസാണെങ്കിലും നമ്മൾ സംവേദിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹോം എന്നുള്ള ആശയത്തെയാണ്. അപ്പോൾ വീടും കുടുംബവും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. വീടെന്ന് പറയുമ്പോൾ 4 ചുമരുകൾക്കുള്ളിലുള്ളൊരു ഒരു ഒരു നിർമ്മിതി മാത്രമായിട്ട് അവശേഷിക്കുമ്പോൾ അതിനകത്തൊരു ജീവിതം കൂടി എത്തിച്ചേരുമ്പോഴാണ് അതൊരു പൂർണ്ണമായി തീരുക. അവിടെയാണ് ഒരു ബിലോങ്ങിങ് നമുക്ക് എത്തുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ ആ കുടുംബനാഥനുള്ള ബിലോങ്ങിങ് ആവണമെന്നില്ല, ആ കൺസെപ്റ്റ് ആവണമെന്നില്ല അവിടുത്തെ കുട്ടികൾക്കുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും അവർ താമസിക്കുന്ന വീടിനെ ആ വീടിനെ ഒരു കുടുംബമാക്കി മാറ്റുന്നതിലുള്ള അവരുടേതായിട്ടുള്ളൊരു പങ്ക് വഹിക്കാനായിട്ടുണ്ട്. ആ പങ്ക് പൂർണ്ണമായിട്ട് നിർവഹിക്കപ്പെടുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് ഒരു കുടുംബമായിട്ട് മാറിത്തീരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും നമ്മൾ കാണുന്നൊരു വീടിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് അത് സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പലരുടെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് പലപ്പോഴും പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വീട് തന്നെയാണ്. വീട് സ്വന്തമായിട്ടൊരു നല്ല വീടുണ്ടാവുക, നല്ലൊരു കിടപ്പാടം ഉണ്ടാവുക എന്നുള്ളത് ഒരുപക്ഷെ എല്ലാ മലയാളികളുടെയും മനസ്സിലുള്ളൊരു വലിയ സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നം നമ്മൾ പൂവണിയിക്കുമ്പോൾ ഒരു കുടുംബമായിട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ വീടില്ലാത്തവർക്ക് വീടൊരു വലിയ സ്വപ്നമായിട്ടും വീട് ലഭിച്ചവർക്ക് അത് കുടുംബമാക്കി മാറ്റാനുള്ള വലിയൊരു സ്വപ്നമായിട്ടും മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് അതിൻ്റെ ബിലോങ്ങിങ്. അതായത് എങ്ങനെയാണ് ഒരു വീട് കരസ്ഥമാക്കാൻ സാധിക്കുക, എങ്ങനെയാണ് കരസ്ഥമാക്കിയ വീടിനെ ഒരു കുടുംബമാക്കി മാറ്റാൻ സാധിക്കുക, ഇതാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം നിർമ്മിതികളുടെ ബിലോങ്ങിങ് പ്രത്യയശാസ്ത്രം. ശരിയാണ് സാറ് പറഞ്ഞ പോലെ. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഹൗസ് എന്നും ഹോം എന്നും രണ്ട് വാക്കുകളുണ്ട്, രണ്ടിനും വേറെ വേറെ അർത്ഥങ്ങളാണ്. അപ്പോൾ ഒരു ഹൗസ് ഹോം ആണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ബിലോങ്ങിങ് വേണം, എങ്കിൽ മാത്രമേ അത് വീട് ഒരു കഥാപുസ്തകമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോഴത്തെ വീടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇക്കോളജി അല്ലെങ്കിൽ കാലാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഴയ കാലത്ത് വീടുകളെന്ന് പറയുമ്പോൾ പഴയ കൂട്ടുകുടുംബങ്ങളൊക്കെ ഒരു കൂട്ടുകുടുംബങ്ങൾ തന്നെ ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു. പലതരം മനുഷ്യരുണ്ടാവും, പലതരം ജീവജാലങ്ങളുണ്ടാവും, സസ്യലതാദികളും വാട്ടർ ബോഡിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ. ഇന്നത്തെ കാലത്ത് വീട് വേറെ ആവാസ വ്യവസ്ഥ വേറെ എന്നുള്ളൊരു സിറ്റുവേഷനായി. നമ്മൾ പച്ചപ്പിൽ നിന്നൊക്കെ മാറി കോൺക്രീറ്റ് കാടുകളിലേക്ക് മാറി, വലിയ നടുമുറ്റങ്ങൾ മാറി നമ്മൾ വീടിൻ്റെ സൈഡ് വശങ്ങളിൽ ചെയ്യുന്ന സൈഡ് കോർട്ട്യാർഡുകളായിട്ട് മാറി. മുറ്റങ്ങളൊക്കെ നമ്മുടെ വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് മാറി. അപ്പം വീടുകൾ മാറുന്നു, പ്രകൃതി മാറുന്നു. വീടിൻ്റെ ഇക്കോളജി മാറുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ ജീവിത രീതിയുടെ ഇക്കോളജി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് പ്രകൃതി പോലും അതിനനുസരിച്ച് മാറുകയാണ്. നമ്മുടെ വീടുകൾ പ്രകൃതിയെ തന്നെ മാറ്റുന്ന ഒരു രീതിയിലോട്ട് മാറുകയാണ്. നമുക്കറിയാം ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ ഇവിടെ നമ്മളുടെ സ്ഥിരം കേൾക്കുന്ന പല്ലവിയായി. പണ്ട് 2018 പ്രളയം ഉണ്ടായ സമയത്ത് നമുക്കറിയാം വീടുകളിൽ കെട്ടിപ്പൊക്കിയ മതിലുകൾ എന്തുമാത്രം വെള്ളത്തിൻ്റെയും വള്ളത്തിൻ്റെയും ഒക്കെ ഗതിയെ തടസ്സപ്പെടുത്തി എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ. അപ്പം ഈ സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, പണ്ടൊരിക്കലും ഒരു വിദേശ ആർക്കിടെക്റ്റ് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം. അദ്ദേഹം മുംബൈ വിമാനത്താവളത്തിൽ ആദ്യം വന്നിറങ്ങി, അവിടെ നിന്നാണ് അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹം കണ്ട കൊച്ചു വീടുകളുടെ മേൽക്കൂരയും കേരളത്തിൽ വന്ന് കണ്ട വലിയ വീടുകളുടെ മേൽക്കൂരയ്ക്കും സമാനതയുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. കാരണം രണ്ടിനും ലോഹ ഷീറ്റുകളാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് അതൊരു ദാരിദ്ര്യത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണെങ്കിൽ മറുവശത്ത് അതൊരു കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ഒരു നിസ്സഹായാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയായി നമ്മുടെ മെറ്റീരിയലുകൾ മാറി, അതെല്ലാം പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന രീതിയിലായി. അതുപോലെ ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യം, അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിറയെ ചെടികളുണ്ടായിരുന്നു. നിറയെ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയും മരങ്ങളും ഒക്കെ ചേർന്ന് പലപ്പോഴും ഞങ്ങൾ എണ്ണാറുണ്ട്. ഒരു 10-40 തരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു. ഒരു ഗ്രീൻ അലേർട്ട് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ അതിനൊരു പേരിടാറുണ്ട്. അപ്പോൾ അതെല്ലാം മാറി ഒരു സമയത്ത് അത് പരിഷ്കരിച്ച് അവിടെ മുഴുവനും കോൺക്രീറ്റ് ആക്കി, മഴവെള്ളം ഒട്ടും താഴോട്ട് ഇറങ്ങിപ്പോവാത്ത രീതിയിലായി. തിരിച്ചവിടെ നമുക്ക് പാർക്കിംഗ് സ്പേസുകളായി ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനുവേണ്ടി ചെടികളൊക്കെ നശിപ്പിക്കുന്നു. ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടുകൾ അതിനെങ്ങനെ പ്രതിരോധിക്കണം? നമ്മുടെ വീടുകൾ, ഇപ്പോഴത്തെ വീടുകൾ എങ്ങനെയാവണം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട്? ഈ
പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട കാലത്താണ് നമ്മളിതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ കാർബൺ എമിഷൻ്റെ എല്ലാം കണക്കുകളെല്ലാം വെച്ച് പറയുമ്പോൾ 2050 വരെയാണ് യഥാർത്ഥത്തിൽ ലോകം നിലനിൽക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു പ്രകൃതി സംരക്ഷണവും അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത്തരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പ്രകൃതിയും മനുഷ്യനും രണ്ടും രണ്ടാണെന്നും നമ്മുടെ എന്തോ ഒരു വലിയ ഉത്തരവാദിത്തമാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്ന് നമ്മൾ കരുതുന്നിടത്താണ് ഈ പ്രശ്നം മുഴുവൻ ആരംഭിക്കുന്നത്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളല്ല. നമ്മൾ ശരിക്കും മനുഷ്യനെന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ അനിഷേധ്യമായിട്ടൊരു ഭാഗമാണെന്ന് നമ്മൾ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ നിർമ്മിതികളിലും എല്ലാം ഈ പ്രകൃതി ഒരു സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ പ്രകൃതിയെ മാറ്റി നിർത്തി കാണുമ്പോഴാണ് എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്നത്. നേരത്തെ സോന സൂചിപ്പിച്ചു വന്നൊരു വലിയ പേടിപ്പെടുന്നൊരു ഘടകമായിരുന്നു കേരളത്തിലെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് മതിലുകൾ എങ്ങനെയാണ് നമ്മളുടെ യാത്രയെ തടസ്സപ്പെടുത്തിയെന്ന്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഇത്രയധികം മതിലുകൾ കെട്ടി മനുഷ്യരെ തരം തിരിച്ചു വച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളുടെയും ഒരു 3 സെൻറ്റോ 2 സെൻറ്റോ ഉടമസ്ഥൻ പോലും ആദ്യം ചെയ്യുന്നത് വീടിനേക്കാട്ടിലും വലിയ മതിൽ പണിത് സുരക്ഷിതമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മതിലുകളില്ലാത്ത ലോകത്തെ പറ്റിയിട്ട് മലയാളിക്ക് ചിന്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ മൊത്തം മതിലുകളെടുത്ത് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ചൈനയിലെ വൻമതിലിനെക്കാട്ടിലും നീളമുള്ള ഒരു 5000 കിലോമീറ്ററൊക്കെ നീളമുള്ള മതിൽ നമുക്ക് കേരളത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് കാരണം പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഭവന സംസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പണ്ട് കാലത്ത് എൻ്റെ നാട് പറവൂരാണ്. പറവൂർ ഞാൻ മതിൽ കണ്ടിരിക്കുന്നത് അധികം കാലം മുമ്പല്ല, ഒരു 1970-ലെല്ലാം മതിൽ കണ്ടിരിക്കുന്നത് പറവൂർ കോടതിക്കും പറവൂർ ജയിലിനുമാണ്. പറവൂർ ജയിലിനും പറവൂർ കോടതിക്കുമാണ് വലിയ മതിലുണ്ടായിരുന്നത്. പിന്നീടാണ് എല്ലാ വീടുകൾക്കും ബാക്കി എല്ലാ വീടുകൾക്കും വേലികളായിരുന്നു അത്. അപ്പോൾ ഈ വേലികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേലി വളരെ ജൈവമായിട്ടുള്ള കാര്യവും മതിലെന്ന് പറയുന്നത് വളരെ അജൈവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജൈവമായിട്ടുള്ളൊരു വസ്തുവിലൂടെ നമ്മൾ അതിരുകൾ തിരിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം പച്ചപ്പ് നമ്മുടെ ഇതിലേക്ക് അറിയാതെ തന്നെ കടന്നു വരികയാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് അവിടുത്തെ കോമൺ ആയിട്ടുള്ള പക്ഷികളും കോമൺ ആയിട്ടുള്ള കോഴികളും പൂച്ചകളും പട്ടികളും എല്ലാം കടന്ന് സുഖമായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വേലികളുടെ ഇടയിൽ കൂടെയാണ്. അപ്പോൾ ആ വേലികളെന്ന് പറയുന്ന വലിയ ഓർഗാനിക്കായിട്ടുള്ള ഒരു കൾച്ചർ, ആ ഓർഗാനിക് കൾച്ചർ എനിക്ക് തോന്നുന്നു കേരള ബിൽഡിംഗ് റൂളിലൊക്കെ നിയമം കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണമെങ്കിൽ, കാരണം വീടുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഓർഗാനിക് വേലികളെ പാടുള്ളൂ എന്നൊരു നിയമം വരികയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് പച്ചപ്പ് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഈ മതിലുകളിങ്ങനെ വല്ലാണ്ട് പണിത് കൂട്ടുന്നൊരു കാലത്ത് എം കൃഷ്ണൻ നായർ സാറോട് ഈ സാഹിത്യവാരബലത്തിൽ ഒരാൾ എഴുതി ചോദിച്ചു, എന്തിനാണ് സാർ ഈ മലയാളികളിങ്ങനെ ഇഷ്ടം പോലെ മതിലുകൾ എല്ലാ വീടുകളുടെ ഇടയ്ക്ക് പണിയുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, അത് അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിലെ പെണ്ണുങ്ങൾക്ക് മതിലിൽ ചാരി നേഷണി പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി മലയാളി കണ്ടുപിടിച്ച ഒരു വസ്തുതയാണെന്നാണ് പറഞ്ഞത്. അന്നത്തെ കാലം അത് കുഴപ്പമില്ല, ഇന്നത്തെ കാലത്താണ് ചിലപ്പോൾ പക്ഷേ ഫെമിനിസ്റ്റുകൾ കേസ് കൊടുത്തേനെ. എന്തായാലും മതിലുകളില്ലാത്ത വീടുകൾ ഉണ്ടാവേണ്ട ആവശ്യം, കാരണം അനാവശ്യമായിട്ടുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ പ്രകൃതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കപ്പുറത്തുനിന്ന് നമ്മുടെ ഗ്രീഡിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞ വാചകം വളരെ റിലവൻ്റാണ് ഈ പോയിന്റിൽ. അതായത് ഈ ലോകത്ത് നിങ്ങളുടെ എല്ലാ നീഡും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങളുടെ ഗ്രീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധനങ്ങൾ ഈ ലോകത്തില്ല എന്ന് പറഞ്ഞിടത്താണ് നേരത്തെ സോന പറഞ്ഞ പ്രകൃതിയോട് ചേർന്ന് നിൽക്കേണ്ട നിർമ്മിതികളുടെ പ്രാധാന്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ശരിയാണ് സാറ് പറഞ്ഞത്. എനിക്ക് മതിലുകൾ തന്നെ ഒരു വലിയ ടോപ്പിക്കായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിപ്പോൾ വീടുകൾ പ്ലോട്ട് വാങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു മതിൽ കെട്ടുക എന്നുള്ളതാണ് വീട് കെട്ടുന്നതിന് മുമ്പ്. അപ്പം ഇതൊരു നല്ല സജഷനായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാം ഇവിടെ ഓർഗാനിക് വേലികൾ വരികയാണെങ്കിൽ നമുക്ക് പച്ചപ്പ് നാച്ചുറലായിട്ട് നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റും. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ഒരു വേദിയിലിരിക്കുമ്പോൾ ഇത്രയും ഒരു ഉച്ച സമയത്ത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊരു തണുത്ത അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്, നിറയെ പച്ചപ്പും ഒക്കെ ഉള്ളൊരു നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു വീടുകളിലോട്ടും ഇത് വരുന്ന കാലം നമ്മൾ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്തകൾ ഇപ്പം കുറേ കൂടെ പേർക്ക് അത് അവബോധമായി കഴിഞ്ഞു. ബയോഫിലിക് വീടുകളൊക്കെ വരുന്നതിൻ്റെ കാര്യം, പ്രകൃതിയിലോട് ചേർന്ന് നിൽക്കുന്ന വീടുകൾ വേണം എന്നുള്ളത് ഇപ്പോൾ ഒരു അവബോധത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും വീടെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ. നമ്മുടെ മേൽവിലാസങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വീട് എന്നും ഒരു ഒബ്സഷനായിരുന്നു, ഒരു അഭിനിവേശം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയി നമ്മൾ വീടുകളുടെ മേൽവിലാസങ്ങളായി നമ്മുടെ തിരിച്ചറിയലുകളായിട്ട് മാറിയത്, അത് എന്തുമാത്രം മനുഷ്യ ബന്ധങ്ങളെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് ചിന്തിക്കണം. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം,
ഒരു ഫ്ലാറ്റിൽ കുറേ പേര് താമസിക്കുന്നു. ഒരിക്കൽ അവിടെ ഒരു കോഴിക്കട നടത്തുന്ന ആൾ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങാനായിട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും കുറച്ച് പേരുടെ പുരുകങ്ങൾ ചുളിഞ്ഞു. കാരണം അങ്ങനെയുള്ളവരുടെ കൂടെയാണോ ഞങ്ങൾ താമസിക്കേണ്ടത്, അപ്പം ഞങ്ങളുടെ അത് അന്തസ്സിന് ചേരുമോ എന്നുള്ളൊരു ചിന്ത. അതുപോലെ ഇതൊരു നമ്മുടെ വീട് ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് മാറുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും അതൊരു അപ്രാപ്യമായിട്ട് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഒരു സ്ത്രീ എന്നെ വിളിച്ചു, ഒരു കോൾ എനിക്ക് വന്നിരുന്നു. അപ്പം അവർ പറഞ്ഞത് എനിക്ക് 4 ലക്ഷം രൂപയ്ക്ക് തീർക്കാൻ പറ്റിയ ഒരു വീടിൻ്റെ മോഡൽ തരാമോ മാഡം എന്നായിരുന്നു. ഞാനും ഒന്ന് പകച്ചു പോയി. കാരണം ഈ സമയത്ത് ഈ കാലത്ത് 4 ലക്ഷം രൂപയുടെ ഒരു വീട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. പക്ഷെ അവർ സംസാരിച്ചപ്പോൾ അവർ വളരെ കാര്യഗൗരവത്തോടെയാണ് സംസാരിച്ചത്. നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി ഉണ്ടാക്കുന്ന വീടുകളാണോ, ചിലവ് കുറഞ്ഞാലും വലിപ്പം കുറഞ്ഞാലും ഒക്കെ കുറേ കൂടെ സൂര്യപ്രകാശം കിടക്കുന്ന വീടുകൾ വേണം, വെളിച്ചവും കാറ്റും കയറുന്ന വീടുകൾ വേണം നമുക്ക്. അപ്പം അതുപോലെ എൻ്റെ വീടാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണം. 4 ലക്ഷം രൂപയാണ് അവരുടെ ബഡ്ജറ്റ് ഉള്ളതെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എൻ്റെ വീടിന് ഇന്ന ജനൽ വേണം, കാരണം ചിലവ് കുറഞ്ഞ രീതിയിൽ എനിക്ക് വീടിനകത്ത് ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ. പക്ഷെ പലപ്പോഴും ഒരു വീടിൻ്റെ ഒരു മാർക്കറ്റ് വിപണി സാധാരണക്കാരെ മാറ്റി നിർത്തുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് സംശയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് വീടെന്ന് പറയുന്നത് ഒരേ സംഭവം തന്നെയാണ്. എല്ലാവർക്കും വേണം സ്വീകരണ മുറി, ഊണുമുറി, അടുക്കള, കുളിമുറികൾ എല്ലാവർക്കും വേണം. നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പ്രദേശത്തൊക്കെ ചെല്ലുമ്പോൾ ഒരേ ഫസാഡുള്ള വീടുകളായിരിക്കും ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ അത് എന്ന് വരും അങ്ങനെ ഒരു പ്രായോഗികമാക്കാവുന്ന കാര്യമാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. വില്ലകളുടെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ അത്രമാത്രം വെറൈറ്റി വേണം നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക്. പലപ്പോഴും ആർക്കിടെക്ട്സിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ ഡിമാൻഡിങ് ആണ് നമ്മുടെ ഇവിടുത്തെ ക്ലയൻസ്. എനിക്ക് മറ്റൊരാളുടെ പോലെയുള്ള വീട് എനിക്ക് വേണ്ട, കുറച്ച് വ്യത്യസ്തമായ വീട് വേണം. ഈ ചുറ്റുപാട് ഇങ്ങനെ ഒരു വീട് കാണാനായിട്ട് അതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു വീട് എനിക്ക് വേണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കും ഈ ആർക്കിടെക്ട്സൊക്കെ ശരിക്കും ഒരു എന്തുമാത്രം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാണ് നമ്മുടെ ഇവിടെ വീടുകൾ പണിയുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഈ അടിസ്ഥാന സംഭവങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് തന്നെ ഇത്രമാത്രം വെറൈറ്റിയുള്ള വീടുകൾ നമുക്ക് വേണമല്ലോ. നമ്മുടെ ക്ലയൻസ് ഇങ്ങനെ ഡിമാൻഡിങ് ആണ്, നമ്മുടെ ആവശ്യങ്ങൾ ഇത്ര ഡിമാൻഡിങ് ആണ്, അതേസമയം കാലാവസ്ഥ ഡിമാൻഡിങ് ആണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ വീടുകൾ എങ്ങനെ ഒരു മാർക്കറ്റ് മൂല്യത്തിൽ നിൽക്കും? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ വീടുകളല്ലല്ലോ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്, അല്ലെങ്കിൽ ഒരു അഡ്രസ്സാണ്. വിൽക്കപ്പെടുന്ന വീടുകളല്ല, വിൽക്കപ്പെടുന്ന മേൽവിലാസങ്ങളാണ്. മേൽവിലാസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും മലയാളി ഇപ്പോൾ വീട് വാങ്ങിക്കുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിംഗ് രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ പരസ്യവാചകങ്ങളിൽ ദ അഡ്രസ് സേസ് ഇറ്റ് ഓൾ എന്നും, അല്ലെങ്കിൽ ലിവ് അബോവ് ഓൾ അതേഴ്സ് എന്നല്ല, വളരെ ക്രൂരമായിട്ടുള്ള പരസ്യവാചകം കേട്ടോ. കാരണം മറ്റുള്ളവരെക്കാട്ടിലും താഴ്ന്നവരെക്കാട്ടിലും ഉയർന്ന് ജീവിക്കാൻ വരൂ എന്ന് പറയുന്ന പരസ്യം, അല്ലെങ്കിൽ ഈ അഡ്രസ്സ് മാത്രം മതി നിങ്ങൾക്ക് സമൂഹത്തിൽ വില കിട്ടാനെന്ന് പറയുന്ന പരസ്യത്തിന് അതൊക്കെ ഒരു വലിയ ക്രൂരതയുണ്ട്, ഇല്ല അത് ഞാൻ പറയുന്നില്ല. പക്ഷേ മലയാളി അത് ആഗ്രഹിക്കുകയാണ്, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിലൊരു സാധനം വിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന തറവാട്ടിലെ ആളാണ്, ഇന്ന വീട്ടിലെ പയ്യനാണെന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് ആളുകൾ പറയുന്നത് ഇന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ് എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ മാറണം. അപ്പോൾ ഒരു ബ്രാൻഡഡ് റെസിഡൻസുകൾക്ക് മലയാളി പ്രോമിനൻസ് കൊടുത്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു പ്രോമിനൻസ് കൊടുക്കുന്നൊരു സമൂഹത്തിൽ നാച്ചുറലായിട്ട് അതായിരിക്കും മാർക്കറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ മേൽവിലാസങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അത്തരം അഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ടും അത്തരം മേൽവിലാസങ്ങൾക്ക് വേണ്ടിയിട്ടും മലയാളി പണം മുടക്കാനായിട്ട് തയ്യാറാണെന്നുള്ളതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുള്ളതുപോലെ ഒന്നിൽ കൂടുതൽ വീടുകളും അല്ലെങ്കിൽ ഉള്ളവരാണ് കൂടുതലും. ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിലും ഒരു ഫ്ലാറ്റ് വേണം. ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരുപാട് വെറൈറ്റി ആഗ്രഹിക്കുന്നു മലയാളം. അതിന് പക്ഷേ നമുക്കൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ വേണമെന്ന് മലയാളി ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം മലയാളിക്ക് എക്സ്പോഷർ ഉള്ളതുകൊണ്ടാണ്. കാരണം മലയാളി സഞ്ചരിക്കാത്ത ലോകമില്ല, മലയാളി പോയി കാണാത്ത സ്ഥലങ്ങളില്ല, മലയാളി വർക്ക് ചെയ്യാത്ത ഇടങ്ങളില്ല. അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഇവരെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് ഒരു മലയാളിയുടെ മുമ്പിലൊരു പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ അതിനെ ഇതാണോ ഹൈ ക്വാളിറ്റി എന്ന് തിരിച്ചു ചോദിക്കാനുള്ളൊരു ബോധ്യം ഈ നാട് കണ്ടിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള മലയാളിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നും, ഇതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി മെറ്റീരിയൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നും, അത് ചെയ്യേണ്ട സ്ഥലം ഇതാണെന്നൊക്കെ മലയാളിക്കൊരു ബോധ്യമുണ്ട്. അപ്പോൾ അത്തരം ബോധ്യങ്ങളുള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് മലയാളി കുളിമുറികൾക്ക് വേണ്ടിയിട്ടും എല്ലാം ഒരുപാട് പണം ചിലവാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മലയാളികളുടെ ഭവന സംസ്കാരത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത്
കുളപ്പുരകളിൽ നിന്ന് കുളിപ്പുരകളിലേക്കാണെന്ന് പറയുകയാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന കാര്യം. പണ്ട് കുളങ്ങളോട് ചേർന്നിട്ടാണ് വീടുകളുണ്ടായത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എട്ടുകെട്ടുകളും കൂട്ടുകുടുംബവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു വീട്ടിൽ 20 പേരും 30 പേരൊക്കെ താമസിക്കുമ്പോൾ എത്ര കുളിമുറി ആ വീടിന് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുളിമുറിക്ക് പകരമായിട്ട് അന്ന് കുളങ്ങളായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് ഒന്നിച്ച് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ആ കുളങ്ങളോട് ചേർന്നുള്ള കുളപ്പുര മാളികകളായിരുന്നു പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വീടുകളുടെ അകത്ത് പണിയുന്ന വലിയ കുളിപ്പുര മാളികകളാണ് മലയാളി പണിതുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ പണം ഒരു വീടിൻ്റെ നിർമ്മാണത്തിൽ സ്ക്വയർ ഫീറ്റിൽ ചിലവാക്കുന്നത് ബാത്റൂമുകളുടെ അകത്താണ്. ഒരു ബാത്റൂമിന് 6000 രൂപ 7000 രൂപയൊക്കെ സ്ക്വയർ ഫീറ്റിന് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുമ്പോൾ ഒരു മുറിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് 2000 രൂപ 2500 രൂപ വരുള്ളൂ. ഇതിൻ്റെ ആവറേജാണ് നമ്മൾ ഈ 4000 എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കപ്പെടുന്നത് ബാത്റൂമുകളിൽ തന്നെയാണ്, കുളിമുറികളിൽ തന്നെയാണ്. അതെ അതെ. നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ വീടുകൾ ഒരുപാട് ആളുകൾ മൈഗ്രേഷൻ്റെ ഒരു സമയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ്. നമുക്ക് വീടിൻ്റെ ഓരോ ഭാഗത്തെ പറ്റിയും നമുക്ക് ഓർമ്മകളുണ്ട്. അതൊരു കതകായിരിക്കാം, ചിലപ്പോൾ ഒരു വേലിയായിരിക്കാം, അല്ലെങ്കിൽ വീടിന് അവിടെ അടുക്കളയൊക്കെ ആയിരിക്കാം. വീടിന് അതിൻ്റേതായിട്ടുള്ള ഒരു ശബ്ദങ്ങളുണ്ട്. ചിലപ്പം പൊട്ടിച്ചിരിച്ച ഇടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏകാന്തതയിലിരുന്ന് കണ്ണീര് വാർത്ത ഇടങ്ങൾ. അതുപോലെ സ്മെല്ലുണ്ട് വീടിന്. അത് നമ്മുടെ അടുക്കളയുടെ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു വീടിൻ്റെ ഒരാളുടെ തലയിണയുടെ സ്മെല്ല് പോലും അല്ല മറ്റൊരു വീട്ടിലേത്. ഒരു കുളിമുറിയുടെ സ്മെല്ലാവില്ല അടുത്ത വീട്ടിലെ കുളിമുറിയുടെ. അപ്പോൾ ഇത്രമാത്രം ഓർമ്മകളാണ് നമുക്ക് വീടെന്ന് പറയുമ്പോൾ. ഇത് പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കത് തോന്നണമെന്നില്ല. പക്ഷേ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതവരെ ഈ ശബ്ദങ്ങളും ഈ ഓർമ്മകളൊക്കെ അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു ഗൾഫ് ബൂം തന്നെ പണ്ടുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് പിന്നിലൊരു സൈക്കോളജി ഉണ്ടായിരിക്കും. കാരണം കൂടുതൽ ആളുകൾ കൂടുതൽ കുടിസായ റൂമുകളിൽ ഗൾഫിലൊക്കെ താമസിച്ച് വരുമ്പോൾ തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ ഒരു വലിയ വീട് വേണം, സ്പേസ് വേണം, അവരെ കാത്തിരിക്കാൻ ഒരു ഇടം വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം ഒരു ഗൾഫ് ബൂമൊക്കെ നമുക്ക് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടക്കുമ്പോൾ ഒറ്റപ്പെടുന്ന വീടുകൾ വളരെയധികം കൂടുകയാണ്. പല വീടുകളും ചെല്ലുമ്പോൾ അവിടെ പ്രായമായ ആളുകൾ മാത്രമേ ഉള്ളൂ. ഏകാന്തതയാണ്. വലിയ വീടായിരിക്കും, ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഈ പ്രായമായ ആളുകൾക്ക് അത്രയും സൗകര്യങ്ങൾ ചിലപ്പോൾ അസൗകര്യങ്ങളായിട്ട് മാറാറുണ്ട്. ഇപ്പോൾ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളെ എന്തുമാത്രം മാറ്റിയെടുക്കും. ഈ കേരളത്തിൽ പലപ്പോഴും ഈ സർവേ എല്ലാം കഴിഞ്ഞ് പലപ്പോഴും പത്രങ്ങളിലെല്ലാം വരുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതായത് കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന വീടുകളുടെ എണ്ണം വളരെ കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയിൽ അനാവശ്യമായിട്ടുള്ള ഒരു ചിലവായിട്ട് വീട് നിർമ്മാണം നടക്കുന്നു എന്നെല്ലാമുള്ള ചില കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മൾ വായിക്കാറുണ്ട്. അടഞ്ഞു കിടക്കുന്ന വീടുകളുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അടഞ്ഞു കിടക്കുന്ന വീടുകൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത്തരം വീടുകൾ നിർമ്മിച്ചതുകൊണ്ട് നമുക്കൊരു വലിയ നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി പോയി എന്നുള്ളതിലുള്ള പ്രചരണമുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ പണം മുടക്കുന്നത് ഒരു ഫിസിക്കൽ പൊസഷന് വേണ്ടി മാത്രമല്ല. ഈ മലയാളി എന്ന് പറയുന്ന സമൂഹത്തെ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടെല്ലെന്ന് വേണമെങ്കിൽ പറയാവുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന NRIs ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ മലയാളത്തിനോട് അല്ലെങ്കിൽ കേരളത്തിനോട് അടുപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് അവരുടെ നാട്ടിലെ സ്വന്തം വീട് തന്നെയാണ്. ആ വീട് അവർക്കൊരു വലിയ നൊസ്റ്റാൾജിയാണ്. ആ വീട് വലിയൊരു പ്രണയമാണ്. ആ വീട് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അവർക്ക് ഓരോ ദിവസവും തിരിച്ചു വരാനായിട്ട് എനിക്കൊരു ഇടമുണ്ടെന്നുള്ളൊരു വലിയ കരുതലും തോന്നലും ഒക്കെയാണ്. അപ്പോൾ ആ തോന്നലുകൾ ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് അവർക്ക് ഈ നാടിനോടുള്ള ബന്ധം ഇല്ലാണ്ടായി പോകുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾ ഓരോ ആൾക്കാർക്കും വീടുകളോടുള്ള സാമീപ്യം. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ടുള്ള സ്ഥലമായിട്ടാണ് വീടെങ്കിൽ ഒരു NRIയെ സംബന്ധിച്ചിടത്തോളം അത് എന്തെങ്കിലും ഒരു കാലത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ അവൻ വേർപ്പൊഴുക്കി സമ്പാദിച്ച് നാട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ അസറ്റായിട്ട് അവൻ അതിനെ കണക്കാക്കുകയാണ്. അപ്പോൾ ആ കാര്യം അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് നമുക്ക് ഒരു കാലത്തും ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഏതെങ്കിലും ഒരു കാലത്ത് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ ഗൾഫുകാരൻ്റെ മണമുള്ള വീടുകൾ ഒരുപാട് കേരളത്തിൽ അടഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പലപ്പോഴും പറയുന്നത്. പക്ഷേ ആ അടഞ്ഞു കിടക്കുന്ന വീട്ടിലും അവരുടെ മനസ്സ് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഓർമ്മകൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ NRIs നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് അടഞ്ഞു കിടക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അതിനെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. ആ വീടാണ് യഥാർത്ഥത്തിൽ അവരെ നമ്മുടെ നാടായിട്ട് എന്നും കണക്ട് ചെയ്ത് നിർത്തുന്ന ഘടകം. ആ വീടുള്ളതുകൊണ്ടാണ് അവർ നാടിനെക്കുറിച്ച് ആലോചിക്കുന്നതും അവർ ഈ നാട്ടിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതും. അവർക്കുള്ളൊരു ധൈര്യം ഓരോ ലോകത്തിൻ്റെ ഭാഗത്തും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും അവരുടെ എല്ലാം മനസ്സിലൊരു ഒരു സ്നേഹമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത് എനിക്ക് നാട്ടിലൊരു വീടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ആ തോന്നലിനെ നമ്മൾ ഒരിക്കലും നിരാകരിക്കാൻ പാടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാനേ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഒരു പോയിന്റും കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. നമ്മൾ പഴയ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ആർക്കിടെക്ചർ ആയിരുന്നു. പഴയ വീടുകൾ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഒന്നിച്ച് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ലേഡി എന്നോട് പറയുമായിരുന്നു, അവർ താമസിച്ചിരുന്ന വീട്ടിൽ 10-15 ആളുകളുണ്ടായിരുന്നു. അപ്പം തീന്മേശയിൽ എന്ത് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നുവോ അത് കഴിക്കണം, അത് എനിക്കിഷ്ടമില്ല, എനിക്ക് മറ്റേതാണ് ഇഷ്ടം എന്നൊന്നും പറയാൻ അവിടെ അവകാശമില്ല. അപ്പോൾ അത്തരം ഒരു കൂട്ടായ്മകൾ, പങ്കുവയ്ക്കലുകളുടെ ഒരു ആർക്കിടെക്ചർ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ പോയി മൈ സ്പേസ് എന്ന് പറഞ്ഞ ഒരു രീതിക്ക് അതിനേക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുകയാണ്. കാരണം ഓപ്പൺ പ്ലാനുള്ള വീടുകളാണ് നമ്മുടെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതിൽ ഇപ്പോൾ കൂടുതലും. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഒരു ഡിസൈനർ എന്നോട് പറയണ്ടായി, മൈ സ്പേസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം. അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പേസ്. ചിലപ്പോൾ മൊബൈൽ നോക്കിയിരിക്കാനായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വായിച്ചിരിക്കാനോ, എങ്ങനെയാണെങ്കിലും ഒരു സ്പേസ്. അതുപോലെ ഷെയർഡ് സ്പേസസ് വളരെയധികം കുറയുന്ന ഒരവസ്ഥ. കാരണം ഇപ്പോഴത്തെ പല വീടുകളും ഞാൻ കേൾക്കാറുണ്ട്, അടുക്കളയിലൊക്കെ 2 സിങ്കുകൾ വേണം, കാരണം 2 പേർക്കും നിന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2 വാഷ് ബേസിനുള്ള വീടുകൾ നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ കണ്ടിരിക്കും. എനിക്ക് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി കണ്ട ഒരു വീട്ടിലാണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ 2 വാട്ടർ ക്ലോസറ്റ് ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ ഒരു സാങ്കത്യം എനിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത്രമാത്രം നമ്മൾ ഷെയർഡ് സ്പേസസിന് മാറുന്ന മൈ സ്പേസിലോട്ട് മാറുന്ന ഒരു ആർക്കിടെക്ചർ, അത് നമ്മുടെ മനുഷ്യ ബന്ധങ്ങളെ, എമ്പതിയെ മാറ്റിമറിക്കുമോ, അല്ലെങ്കിൽ അതെന്താണ് സാറിന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇതൊരു കാലത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ കാര്യമാണ്. കാരണം ഇത് ഈ വീടുകളുടെ അകത്തുള്ള പ്രൈവസിയും അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിയും മൈ സ്പേസിനെക്കാട്ടിലുപരിയായിട്ട് ഈ 15 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾ പുറത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നൊരു സമയമാണ് 17 വയസ്സ് പറയുന്നത്. ഈ 17 വയസ്സിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം പഠിച്ചിരുന്ന കാലത്ത് ഒരു ഹോസ്റ്റലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് പല കുട്ടികളും ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്ന ലോകത്തേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. കാരണം മറ്റൊരാളുമായിട്ട് മുറി ഷെയർ ചെയ്യാനായിട്ട് ഒരു മടി കാണിക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട്, സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടും സേഫ്റ്റി കാരണങ്ങൾ കൊണ്ടും പ്രൈവസി കാരണങ്ങൾ കൊണ്ടും എല്ലാം മടി കാണിക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ സിംഗുലാർ ലിവിങ് വരുന്നുണ്ട്, ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാവുന്ന വീടുകൾ വരുന്നു. അതേപോലെ തന്നെ അഫോർഡബിൾ കാറ്റഗറിയിലുള്ള വീടുകൾ വരുന്നു. പ്രായമായവർക്ക് വേണ്ടി താമസിക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സീനിയർ ലിവിങ് ഹോമുകൾ വരുന്നു. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ മാർക്കറ്റിൽ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങളെ കാണുന്ന, കൂട്ടായ്മയിൽ നിന്ന് മാറിയിട്ട് ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുമ്പോഴാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ചിലപ്പോൾ ഒരു ബാത്റൂമിനകത്ത് 2 ക്ലോസറ്റുകൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നൊരു ഘടകവും. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഇടയിൽ നമുക്കൊരു ഒരു ത്രെഡുണ്ട്. ആ ത്രെഡ് എന്ന് വെച്ചാൽ അതാണ് ഈ കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പുകൾക്കും കൂട്ടായ്മകൾക്കും ഒക്കെ അപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് അക്വൈൻറ്റൻസ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം. നമ്മൾ പരസ്പരം പരിചയമുള്ള ആൾക്കാരുടെ ഒരു കൂടിച്ചേരൽ, എന്നാൽ ഒരു വലിയ സുഹൃത്തുക്കളൊന്നും ആയിരിക്കില്ല, പക്ഷേ പരിചയമുള്ള ആൾക്കാരുടെ കൂടിച്ചേരൽ സംഭവിക്കുന്ന ഇടങ്ങളാണ് കമ്മ്യൂണിറ്റി ലിവിങ് നടക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളും വില്ല പ്രോജക്റ്റുകളും എല്ലാം. അവിടെ അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള സ്പേസും അവർക്ക് മാത്രമായിട്ടുള്ള സ്പേസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചില സ്ഥലങ്ങളിൽ അവർ ആ പരിചയം പുതുക്കാനും ആ സൗഹൃദം പങ്കുവയ്ക്കാനുമായിട്ടെല്ലാം ശ്രമിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം പ്രോജക്റ്റുകൾക്ക് മാർക്കറ്റിലുള്ള ഡിമാൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളിക്ക് ഈ പറഞ്ഞ പോലെ ഒതുങ്ങിക്കൂടി ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ളൊരു മനോഭാവമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും അത് ലോകത്തിൻ്റെ ഒരു രീതിയാണിപ്പോൾ. പുതിയ ലോകത്തിൻ്റെ രീതിയിൽ അത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം അതിൻ്റെയൊക്കെ ഒരു നല്ല വശങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഗുണവശങ്ങൾ കൂടി ആൾക്കാർ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇത്തരം കമ്മ്യൂണിറ്റി ലിവിങ് പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. നമ്മൾ ഈ ഹോർത്തൂസിന് മുറ്റത്തിരുന്ന് ഞാൻ, നീ, നാം എന്ന ഒരു ആപ്തവാക്യത്തിൽ, അടയാളവാക്യത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ എൻ്റെ വീട് നിങ്ങൾ പണിയുന്നു, അത് നമുക്ക് വേണ്ടിയുള്ളത്, നമുക്കൊരു സമൂഹം ഇവിടെ സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നമ്മുടെ വീടുകളെ മാറ്റാം. വീടെന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഒരു കാലത്ത് മാറാനായിട്ട് പോകുന്നില്ല. അത് ബന്ധങ്ങളെ അടുപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ ആകാരം മാറിയാലും, ആകൃതി മാറിയാലും, വലിപ്പം മാറിയാലും ഒക്കെ അത് നമ്മളെ ചേർത്തണയ്ക്കാനുള്ള ഒരു ഇടങ്ങളാണ് വീടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വീട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ ആത്മഹത്യകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ നാട്ടിലെ ലഹരി ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഹാപ്പി ഹോംസ് ഓൾവേസ് മേക്ക് ഹാപ്പി പീപ്പിൾ എന്നാണല്ലോ പറയുന്നത്. അപ്പം ഈ ചർച്ച, ഈ കഥ പറച്ചിൽ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലത്തെയുള്ള വീടുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഒരു ചോദ്യം ചോദിക്കാനുള്ള സമയമുണ്ട്. ഒറ്റയൊരു ചോദ്യം ചുരുക്കി ചോദിക്കുക. വീടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ മനോഹാരിത നിലനിർത്തുക എന്നുള്ളതാണ് ഏതൊരു വീട് വയ്ക്കുന്ന ആളെ സംബന്ധിച്ചും ശ്രദ്ധിക്കുക.
എനിക്ക് പറയാനുള്ളത്, വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ, കമ്പി, മാർക്കറ്റിൽ ലഭ്യമായ കമ്പി മിക്കവാറും ഈ സ്ക്രാപ്പ് കമ്പിയായിട്ട് രൂപീകരിച്ച് എടുത്തേക്കുന്ന കമ്പിയായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അതിൻ്റെ കാലപ്പഴക്കം അധിക നാളത് നിൽക്കില്ല. അതുപോലെ തന്നെ ഈ മറ്റ് സിമൻ്റ് ആയിക്കോട്ടെ, മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് വളരെ ഉള്ളിലേക്ക് പോണ സംഗതി പുറത്ത് ജനം കാണില്ല. അപ്പോൾ അസറ്റ് ഹോംസ് അല്ലെങ്കിൽ സ്കൈലൈന് മറ്റേ അതുപോലുള്ള വലിയ കമ്പനികളുടെ ഉദ്ദേശമെല്ലാം പറഞ്ഞു. ഇവിടുത്തെ പല ഫ്ലാറ്റുകളും ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്കും അവിടെ ഇവിടെയും പൊട്ടി തുടങ്ങി ഫാനൊക്കെ ഊരി പോരുന്ന അവസ്ഥയിലാണ് കിടക്കണത്. അപ്പോൾ അതുകൊണ്ട് പലതും ആൾക്കാർക്ക് മേടിക്കാൻ സംശയമാണ്. അപ്പോൾ ബ്രാൻഡഡ് കമ്പനി അല്ല ഉദ്ദേശിക്കണത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നല്ല മെറ്റീരിയൽ ഉപയോഗിക്കണം, 1. 2, ഈ വീട് പ്ലാൻ ചെയ്യുമ്പം വെട്ടം കിട്ടത്തക്ക രീതിയിൽ ജനലുകൾ വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കാശ് കളയുന്നത് കറണ്ടിനാണ്, ഇലക്ട്രിസിറ്റി. ഇത് നമ്മളെന്ത് ചെയ്യും? നമ്മളിതെല്ലാം അടച്ചു മൂടി കെട്ടി വച്ചിട്ട് എന്നിട്ട് കർട്ടൻ ഇട്ട് മൂടും. ശരിക്കും കർട്ടൻ തുറന്നിട്ട് കഴിഞ്ഞാൽ വളരെയധികം ലാഭിക്കാൻ പറ്റും കറണ്ട് ചാർജ് എണ്ണത്തിൽ. അപ്പം അസ്ഥികൂടം നന്നായിരിക്കണം. അതിൻ്റെ വീടിനകത്തെ കമ്പികൾ അതാരും കാണുന്നില്ല, അതിൻ്റെ ഭംഗി കാണുന്നില്ല. അതിന് ബലവത്തായ നിർമ്മാണം നടത്തണം. മറ്റേ ബിൽഡേഴ്സിന് അതിനുള്ള ഒരു സന്മനസ് ഉണ്ടാകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, സാറ് പറഞ്ഞ പോയിന്റ് വളരെ വളരെ കൃത്യമായിട്ടുള്ള പോയിൻ്റാണ്. കാരണം ഒരു നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ 4 പ്രധാന കാര്യങ്ങളാണ് നമ്മളെല്ലാം പറയുന്നൊരു കാര്യം. 1, ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്. 2, സേഫ്റ്റി ഓഫ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് ദീർഘനാൾ സേഫായിട്ട് നിലനിൽക്കണം. അതിൻ്റെ നിർമ്മാണ സമയത്തും അതിൻ്റെ നിർമ്മാണത്തിന് ശേഷവും അത് സേഫായിട്ട് നിലനിൽക്കണം. പറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് സാധിക്കണം. അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഗുണത്തിനുള്ളൊരു മൂല്യം അതിനുണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ ചാർജ് ചെയ്തിരിക്കുന്ന തുകയ്ക്കുള്ളൊരു മൂല്യം അതിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ 4 കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യമാണ് സാറ് പറഞ്ഞത്. മറ്റൊരു കാര്യം, അതായത് വീടുകൾ വെളിച്ചവും വായുവും കടന്നു വരുന്ന ഇടങ്ങളായിരിക്കണം. വെളിച്ചം മാത്രം പോരാ, വായുവും കടന്നു വരുന്ന ഇടങ്ങളായിരിക്കണം. അവിടേക്ക് മനുഷ്യൻ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഈ വാസ്തുശാസ്ത്രമെല്ലാം പരിമിതമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയുന്നൊരു കാര്യം, വെളിച്ചവും വായുവും കടന്നു വരുന്ന ഇടങ്ങളായിരിക്കണം ജീവനുള്ള സ്ഥലം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കാൻ സാധിക്കില്ല. അത്തരം ഡിസൈനുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ വളരെ ആത്യന്തികമായിട്ടുള്ള ആവശ്യമാണ്. അത് അത്തരം ഭവനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാവുന്ന ഉറപ്പ്.